PCOS അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇത് സ്ത്രീകളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു ഹോർമോൺ തകരാറ് മൂലം ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഈ രോഗാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് ആർത്തവ ക്രമക്കേടുകൾ, അതായത് ആർത്തവ ചക്രത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ. ആർത്തവം വളരെ നേരത്തെ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ വളരെ വൈകി കാണുകയോ ഒക്കെ ചെയ്യാം ആരംഭഘട്ടത്തിൽ. ഇതിന് കാരണം പുരുഷ ഹോർമോണിന്റെ അളവ് കൂടി വരുന്നതുകൊണ്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അമിത രോമ വളർച്ച, അതുപോലെ മുഖക്കുരു, ഇതൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ മുഖക്കുരുവും അമിത വളർച്ചയും ഫേസിൽ കാണാം, അതല്ലെങ്കിൽ പുറത്തുണ്ടാകാം. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ അപ്പർ ബാക്കിലൊക്കെ ഇങ്ങനെ മുഖക്കുരു പോലെയുള്ള ചെറിയ ചെറിയ കുരുക്കൾ വന്ന് പൊട്ടി അതിങ്ങനെ വൈറ്റ് ഹെഡ്സ് വരിക, ഇതൊക്കെ ഈ അമിതമായിട്ടുള്ള ഹോർമോണിന്റെ ലക്ഷണങ്ങളാണ്. ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് കൺഫേം ചെയ്യാനായിട്ട്, PCOS കൺഫേം ചെയ്യാനായിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ അണ്ടാശയത്തിന് വളർച്ച കൂടുതലായിട്ട് കാണാം. അതുപോലെ തന്നെ അണ്ടാശയത്തോടനുബന്ധിച്ചുള്ള ഫോളിക്കുകളിലൊക്കെ ചെറിയ ചെറിയ സിസ്റ്റുകൾ, ധാരാളമായിട്ട് കുമിളകൾ പോലെ കട്ടകുത്തി വളരുന്നത് കാണാവുന്നതാണ്. ഈ അവസ്ഥയിൽ ഗർഭധാരണം നടക്കാതെ വരുന്നു. ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ PCOS നിലനിൽക്കുമ്പോൾ. ഇന്ന് കാണുന്ന വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ കൂടുതലും ഈ PCOS കാരണമാണ് കണ്ടുവരുന്നത്. പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള സ്ത്രീകളിൽ ക്ഷീണവും തളർച്ചയൊക്കെ പൊതുവെ കൂടുതലായിട്ട് കാണുന്നു. അതും ഒരു രോഗലക്ഷണമായിട്ട് പറയാം. അതുപോലെ തലയോട്ടിയിൽ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചില്, തലയോട്ടി ഇങ്ങനെ സ്കാൽപ്പ് ഇങ്ങനെ വെളുത്ത് കാണാം. ഒരുപാട് മുടി കൊഴിഞ്ഞു പോയിട്ട് സ്കാൽപ്പ് ഇങ്ങനെ കഷണ്ടി ബാധിച്ച പോലെ തീരെ ഉള്ളില്ലാതെ മുടി കൊഴിച്ചിൽ കലശലായിട്ട് കാണാം ഇത്തരക്കാരില്. ഇത് പുരുഷ ഹോർമോൺ വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ലക്ഷണവും കൂടിയാണ്. PCOS ഉള്ള സ്ത്രീകളിലെല്ലാം ഇത് കണ്ടുവരുന്നു. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ PCOS സംശയിക്കാവുന്നതാണെന്ന് ചുരുക്കം. ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ മൂഡ് സ്വിങ്സ് സാധാരണയായിട്ട് ബാധിക്കാറുണ്ട്. അതുവഴി അമിതമായിട്ട് ഉത്കണ്ഠ, ആങ്സൈറ്റി, അതുപോലെ ഡിപ്രഷൻ, ഷോർട്ട് ടെമ്പർമെന്റ്, കൂടെ സങ്കടം വരിക, കരച്ചിൽ വരിക, ഇത്തരം ലക്ഷണങ്ങളും ഈ PCOSലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ കാണിക്കാറുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഉറക്ക പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതായത് ഒരു ഡീപ് സ്ലീപ്പ് കിട്ടാതെ വരിക, കൂടെ ഉണരുന്ന പ്രവണത, വളരെ ലേറ്റ് ആയിട്ട് ഉറക്കം വരിക, വളരെ വൈകി കിടന്നാൽ പോലും തുടർച്ചയായിട്ടുള്ള സ്ലീപ്പ് കിട്ടാതെ വരിക, ഇതൊക്കെ ഈ രോഗാവസ്ഥയുടെ മറ്റൊരു ലക്ഷണമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളിലും ഒരുപോലെ എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. ഈ എല്ലാ ലക്ഷണങ്ങളും കാണുന്നില്ല. ചില ലക്ഷണങ്ങൾ മാത്രം ചിലരിൽ കാണുന്നു വരാം. ഈ ലക്ഷണങ്ങൾ ഉള്ളവരൊക്കെ എല്ലാം ഈ രോഗം മാത്രമാണെന്ന് തീരുമാനിക്കരുത്. അപ്പൊ അത് കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിനായിട്ട്, രോഗനിർണ്ണയം നടത്തുന്നതിനായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെയോ ഒരു ആയുർവേദ ഡോക്ടറുടെയോ സഹായം തേടാവുന്നതാണ്. ഇത്തരം സ്ത്രീ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറി കാണാവുന്നതാണ്, ഉപകാരപ്പെടും. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആദ്യം ആയുർവേദം.